ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് കാര്യസ്ഥൻ എന്ന മൂവിയുടെ ബ്ലൂറേ ഡിസ്കിൻ്റെ റിവ്യൂ ആണ്. എന്ന മൂവി 2010 ഇറങ്ങിയ ഒരു മലയാളം കോമഡി ഫിലിമാണ്. ദിലീപിന്റെ 100th മൂവി കൂടിയാണിത്. ദിലീപ്, സിദ്ദിഖ്, അഖില ശശിധരൻ, അങ്ങനെ അഖില ശശിധരൻ ആക്ച്വലി തേജാബായിലുള്ള ആക്ട്രസ് ആണ്. ആ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം കൂടിയാണിത്. പിന്നെ ഫിലിമിൽ അധികം കണ്ടിട്ടില്ല. ഉദയകൃഷ്ണ സിബി കെ തോമസിന്റെ കോമ്പിനേഷനിൽ റൈറ്റ് ചെയ്തിട്ട് തോംസൺ നാളെ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് കാര്യസ്ഥൻ. അറൗണ്ട് ഒരു 3 മണിക്കൂറുണ്ട് ഈ റൺ ടൈം, അതായത് 2 മണിക്കൂർ 50 മിനിറ്റിൻ്റെ റൺ ടൈം ഉണ്ട്. ദീപാവലി റിലീസായിട്ടാണ് വന്നത്. ദീപാവലി റിലീസായിട്ട് വന്നെങ്കിൽ അത്യാവശ്യം ഒരു കളക്ഷൻ ടോപ്പ് ഗ്രോസറായിട്ട് തന്നെ 2010 റിലീസായ ഒരു മൂവിയാണ് കാര്യസ്ഥൻ. ഈ മൂവി പറ്റി നോക്കുമ്പോഴേ ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡ് അത്യാവശ്യം വെറൈറ്റി ഉള്ളതാണ്. ഞാൻ മൂവി വൈസ് അല്ല പറഞ്ഞത്, മഹേഷ് നാരായണൻ എൻ്റെ എഡിറ്റർ, അതായത് വിശ്വരൂപം ഫസ്റ്റ് സെക്കൻഡ് അതൊക്കെ എഡിറ്റ് ചെയ്ത്, അത് കമൽഹാസൻ ഡയറക്റ്റ് ചെയ്ത മൂവിയുടെ എഡിറ്ററായിരുന്നു മഹേഷ് നാരായണൻ. പിന്നെ മലയാള സിനിമ ടേക്ക് ഓഫ്, മാലിക്കിൻ്റെ ഒക്കെ ഡയറക്ടർ കൂടിയാണ് മഹേഷ് നാരായണൻ. പുള്ളി എഡിറ്റ് ചെയ്ത മൂവിയാണ് കാര്യസ്ഥൻ. പക്ഷെ അങ്ങനെ നമുക്ക് ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കായിട്ട്, കാരണം അത് ഡിമാൻഡ് ചെയ്യുന്ന വർക്കായിട്ടും അല്ല ഇത്. കാരണം ഇത് മൂവിയുടെ സ്ക്രീൻ പ്ലേ ഒരു സിമ്പിൾ ഫാമിലി ഡ്രാമ ആ കാറ്റഗറി വരുന്നത്. അതിൽ വലുതായിട്ട് എഡിറ്റ് ചെയ്ത് സംഭവമൊക്കെ ഉള്ള സംഭവമൊന്നും ഇല്ല. ഒരു സിമ്പിൾ മൂവി, അതായത് ആക്ച്വലി ഒരു 2000 ഇറങ്ങിയ ഒരു തെലുങ്ക് മൂവിയാണ് കാലി സുധം റാ എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ആ മൂവി ആക്ച്വലി ദഗുപടി, വെങ്കിയും സിമ്രാനും ഒക്കെ ഡയറക്റ്റ് ചെയ്ത ഒരു പഴയൊരു മൂവിയാണ്. 10 വർഷത്തിന് ശേഷം അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വെർഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് കാര്യസ്ഥൻ. ഈ മൂവിയുടെ പ്ലോട്ട് അത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലോട്ട് അല്ല, കാരണം പല മൂവീസിലും കണ്ടിട്ടുള്ള പ്ലോട്ട് തന്നെയാണ്. 2 ഫാമിലി തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നത്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ കൊണ്ട് ഒരു വഴക്കുണ്ടാവുന്നതും, ആ ഫാമിലിയിൽ തന്നെ ഒരാൾ ഒരു സ്ട്രേഞ്ചറിനെ പോലെ വന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതും, അങ്ങനത്തെ ഒരു ഹാപ്പി എൻഡിങ് ടൈപ്പ് മൂവിയാണ് കാര്യസ്ഥൻ. അതിൽ ആ സ്ട്രേഞ്ചറായിട്ട് വരുന്നതാണ് ദിലീപ് ചെയ്യുന്ന ക്യാരക്ടർ. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു ബ്ലൂറേ ഡിമാൻഡ് ചെയ്യുന്ന മൂവി അല്ല കാര്യസ്ഥൻ. ഒരു സിമ്പിൾ ഒരു അങ്ങനെ ഭയങ്കര ടെക്നിക്കലി വലിയ ബ്രില്യൻ്റ് ഒന്നും അല്ലാത്ത ഒരു സാധാ മൂവിയാണ് കാര്യസ്ഥൻ. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ കാണിക്കുന്നുണ്ട്. 2K DI, അതായത് 2K ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് നിന്ന് ജസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ചെറിയ ഫിലിമിലെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളത് തിയേറ്ററിൽ എങ്ങനെയാണോ ഇത് പ്രസന്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ് ബ്ലൂറേയിലും പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഡിസ്ക്ലൈമർ കാണിച്ചിട്ടുണ്ട്. കാരണം ചെറിയ ഫൈറ്റ് സീക്വൻസിലൊക്കെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ അവിടെ കാണാൻ പറ്റും. ഒരു സെക്കൻഡിലെ കേസേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പേര് ഈ മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു DVD മാത്രം ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. കാരണം ഇതിൽ എന്താണ് ബ്ലൂറേയിൽ സ്പെസിഫിക് ആയിട്ട് കിട്ടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊരു മസ്റ്റ് ഓൺ ആയിട്ടോ അല്ല. കാരണം നിങ്ങളൊരു ബ്ലൂറേ കളക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇത് കളക്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു കളർ ഗ്രേഡഡ് ആയിട്ടുള്ളൊരു വെർഷൻ ആയിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് കളറൊക്കെ ബൂസ്റ്റ് ചെയ്ത പോലൊരു വെർഷൻ ആയിട്ടാണ് തോന്നിയത്. ഈ മൂവി ഇത്ര എൻ്റർടൈനിങ് ആക്കാൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ ആയിട്ട് പറയാൻ പറ്റുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട. പുള്ളിയുടെ ഒരു കാര്യത്തിലും ഇതിന്റെ സോങ്സിന്റെ കാര്യത്തിലുമാണ് ഇത് ബ്ലൂറേ എന്തെങ്കിലും ഒരു ബൂസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. മംഗളങ്ങൾ ബ്ലൂറേയിൽ DTSന്റെ മാസ്റ്റർ ഓഡിയോ 5.1 ആണ് വരുന്നത്. അങ്ങനെ ഒരു ഓഡിയോ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ലോസ്ലെസ് ആയിട്ടാണ് നമുക്ക് ഓഡിയോ കിട്ടുന്നത്. അതേസമയത്ത് ഈ മൂവിയിലെ കോമഡി സീക്വൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഡബ്ബിങ്ങിൽ ചെറിയ ആഡ് ചെയ്യുന്ന കുറേ ബിറ്റ്സ് കാണും. ഇതെല്ലാം കുറേ കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം കുറച്ച് ഞാൻ പണ്ട് TV-യിൽ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് OTT-ലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ മുന്നേ TV-യിലൊക്കെ ഇത് കണ്ടുകൊണ്ട് യൂട്യൂബിൽ കുറേ സീൻസ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളപ്പോഴും കേൾക്കാത്ത കുറച്ച് ബിറ്റ്സും കാര്യങ്ങളും നല്ല കൂടെ ക്ലാരിറ്റിയിൽ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സോങ്സിൻ്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 3-4 പാട്ടുണ്ട്. എല്ലാം എൻജോയബിൾ, പലതും പല ജോണറിലുള്ളൊരു സോങ്ങുകളാണ്. അത്യാവശ്യം നല്ല സോങ്ങുകളാണ്, എല്ലാം കേൾക്കാം. നല്ലപോലെ ഒരു ബേസ് റെസ്പോൺസ് ഉണ്ട്. കാരണം BGMസിലൊക്കെ ആയാലും ഫൈറ്റ് സീക്വൻസിലായാലും അത്യാവശ്യം ബേസ് നല്ല ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു DVD ഓൺ ചെയ്താൽ മതി എന്നുള്ള ഐറ്റമാണ്. നിങ്ങളൊരു ബ്ലൂറേ കളക്ടർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് നോക്കാം. കാരണം അത്രയും ടെക്നിക്കലി റിച്ച് അല്ല, എന്ന സൗണ്ടിന് വേണ്ടിയും ഡയലോഗ്സിന് വേണ്ടിയും DTS ഓഡിയോയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കാര്യസ്ഥൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മൂവി ആയിട്ട് കാണാം. ബൈ. നീ ചെവിയാടാ, ഇവന്റെ ചെവി, ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല, ഇവൻ ചെറ്റയാടാ.